സച്ചിൻ, ഏതാണ്ട് ഒമ്പതര ആയപ്പോഴേക്കും പ്രതിയെ കസ്റ്റഡിയിലെടുത്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഏതാണ്ട് 2.5-3 മണിക്കൂറോളം പോലീസ് കസ്റ്റഡിയിലുണ്ട് പ്രതിയിൽ നൽകിയിരിക്കുന്ന മൊഴികളെക്കുറിച്ചും മറ്റും എന്തെങ്കിലും വിശദാംശങ്ങൾ നമുക്ക് അറിയുവാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ല, പ്രാഥമികമായി പ്രതി ഒന്നും പറഞ്ഞിട്ടില്ല. ആദ്യഘട്ടത്തിൽ പോലീസ് വലിയ രീതിയിലുള്ള ചോദ്യം ചെയ്യലൊന്നും പിടികൂടിയപ്പോൾ നടത്തിയിട്ടില്ല എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. എവിടെയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഈ മലമുകളിലാണ് പ്രതി പറഞ്ഞിരിക്കുന്നത്, മലമുകളിലായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. നെല്ലിയാമ്പതി മലനിരകളുടെ താഴ്വാരത്തായിരുന്നു എന്നാണ് പോലീസിനോട് ആദ്യഘട്ടത്തിൽ പറഞ്ഞത്. അതിൻ്റെ പൂർണ്ണമായ ഔദ്യോഗികമായ വിവരങ്ങളൊക്കെ നാളെ പാലക്കാട് SP അജിത് കുമാർ നാളെ രാവിലെ സ്റ്റേഷനിലേക്ക് എത്തും, നെന്മാറ സ്റ്റേഷനിലേക്ക് എത്തും. അതിനുശേഷം മാത്രമേ അതിൻ്റെ ഔദ്യോഗികമായ വിവരങ്ങൾ നമുക്ക് കൈമാറുകയുള്ളൂ. നിലവിൽ DYSP നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതി ഈ സമീപത്തെ മലനിരകളിൽ തന്നെയായിരുന്നു. വലിയ രീതിയിലുള്ള വ്യാജ പ്രചരണമടക്കം നിരവധി മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്നു. കാരണം ബാംഗ്ലൂരാണ്, പാലക്കാട് നഗരത്തിൽ കണ്ടു, അതേപോലെ തന്നെ തൃശ്ശൂർ കണ്ടു, തമിഴ്നാട്ടിൽ കണ്ടു എന്നൊക്കെ ഉള്ള രീതിയിൽ പല മാധ്യമ വാർത്തകളൊക്കെ വന്നിരുന്നു. അതിനൊക്കെയുള്ള മറുപടിയാണ് ഇപ്പോൾ പ്രതിയെ സ്ഥലത്ത് നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് തന്നെ പിടികൂടിയിരിക്കുകയാണ്. പോലീസിന് ഏറ്റവും വലിയൊരു പൊന്തൂവൽ എന്ന് തന്നെ വ്യക്തമാക്കാം. കാരണം അത്രയും വലിയ ആക്ഷേപങ്ങൾ പോലീസിനെതിരെ പല മാധ്യമങ്ങളും മറ്റ് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളൊക്കെ ആരോപണം ഉന്നയിച്ചിരുന്നു. അവർക്കൊക്കെയുള്ള മറുപടിയാണ് 36 മണിക്കൂറിനുള്ളിൽ കൊടും ക്രൂരനായ കൊലപാതകിയെ പോലീസ് ഇപ്പോൾ പിടിച്ചിരിക്കുകയാണ്. സച്ചിൻ പറഞ്ഞപ്പോൾ തന്നെ കൃത്യമായ ഒരു ആസൂത്രണവും അല്ലെങ്കിൽ കൃത്യമായ രീതിയിലുള്ള നിരീക്ഷണവും പ്രതിയെക്കുറിച്ച് കേരള പോലീസിനുണ്ടായിരുന്നു എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം 2019 നടന്ന ആദ്യ കൊലപാതകത്തിലും ഏതാണ്ട് സെയിം സാഹചര്യത്തിൽ തന്നെയാണ് പ്രതിയെ പിടികൂടാനായത്. അന്നും ഭക്ഷണം കഴിക്കാൻ സാധിക്കാതെ അല്ലെങ്കിൽ വിശപ്പ് കാരണം പ്രതി ഈ ഒളിച്ചിരുന്ന സ്ഥലത്തു നിന്നും പുറത്തേക്ക് ഇറങ്ങിയ വേളയിലായിരുന്നു അന്നും അറസ്റ്റ് നടന്നിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. സെയിം കൃത്യമായ രീതിയിൽ തന്നെയല്ലേ ഇത്തവണയും പ്രതിയെ പിടികൂടാൻ കേരള പോലീസിന് സാധിച്ചത്? തീർച്ചയായും പ്രതി 2019 കൊലപാതകം നടത്തിയപ്പോൾ സമാനമായ രീതിയിൽ തന്നെയാണ് പ്രതി അന്നും ഒളിവിൽ പോയത്. കാരണം കൊലപാതകം നടത്തിയ ശേഷം, കൊലപാതകത്തിന് മുൻപും ചില ശീലങ്ങൾ പ്രതിക്കുണ്ട്. അതായത് അന്നും 2019 കൊലപാതകം നടക്കുന്നതിന് മുൻപ് അന്ന് രാവിലെ അതിൻ്റെ തലേ ദിവസങ്ങളിലൊക്കെ വീട്ടിലെ മരച്ചില്ലകളൊക്കെ മുറിച്ച് വെക്കുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. ആ സമാനമായ രീതിയിൽ തന്നെയാണ് ഇത്തവണയും പ്രതി കൊലപാതകം നടത്തിയിട്ടുള്ളത്. കാരണം തലേ ദിവസം വീട്ടിന് മുറ്റത്തുള്ള ശീമക്കൊന്ന മരമൊക്കെ വെട്ടി ഒതുക്കി വെച്ചതിന് ശേഷമാണ് പിറ്റേന്ന് കൊലപാതകം നടന്നത്. അതുമാത്രമല്ല, കൊലപാതകം നടത്തിയതിന് ശേഷം പ്രതി 2019 സജിതയെ കൊലപ്പെടുത്തിയപ്പോഴും ആയുധങ്ങളും അതേപോലെ തന്നെ പ്രതിയുടെ വീട്ടിൽ നിന്ന് ഒരു വിഷക്കുപ്പി അടക്കം കണ്ടെത്തിയിരുന്നു. ആ സമാനമായ രീതിയിൽ തന്നെയാണ് ഇത്തവണയും ഇരട്ട കൊലപാതകം നടത്തിയപ്പോഴും പ്രതിയുടെ വീട്ടിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. കാരണം പ്രതി സമാനമായ രീതിയിൽ ആയുധങ്ങളൊക്കെ വെച്ചു. അതിനടുത്തൊരു വിഷക്കുപ്പി ഉണ്ടായിരുന്നു. പകുതി ആ കുപ്പിയിൽ പകുതിയോളം വിഷമുണ്ടായിരുന്നു. അത്തരത്തിൽ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തു എന്ന രീതിയിലൊക്കെ അന്വേഷണത്തെ മാറ്റാൻ വേണ്ടിയുള്ള ഒരു ശ്രമം തന്നെ പ്രതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ കൃത്യമായ രീതിയിൽ പഴുതടച്ച ഒരു അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ ഇപ്പോൾ പരിശോധനകൾക്കും തെരച്ചിലുകൾക്കും ഒടുവിൽ പ്രതിയെ പിടിച്ചിരിക്കുകയാണ്. അന്നും കൊലപാതകത്തിന് ശേഷം 2019 പ്രതി കൊലപാതകത്തിന് ശേഷം സമീപത്തെ കുളത്തിൽ നിന്ന് കുളിച്ച് വസ്ത്രങ്ങളൊക്കെ മാറിയിട്ടായിരുന്നു അന്നും ഒളിവിൽ പോയത്. ആ രീതിയിൽ തന്നെയാണ് ഇത്തവണയും കുളിച്ചിട്ടുണ്ട് എന്ന കാര്യം പോലീസ് അന്ന് കണ്ടെത്തിയിരുന്നു. കാരണം പോലീസ് നായ മണം പിടിച്ചെത്തിയപ്പോൾ ഈ വസ്ത്രങ്ങളടക്കം കുളക്കരയിൽ നിന്ന് വസ്ത്രങ്ങൾ കണ്ടെത്തി എന്നാണ് പ്രാഥമികമായി അന്ന് ലഭിച്ച വിവരം. അതിനാൽ തന്നെ ആ സമാനമായ രീതിയിൽ തന്നെയായിരുന്നു അന്നും പോയത്. അന്ന് പോയത് ഈ വീടിന് ബാക്കിലുള്ള അരക്കമല എന്ന് പറയുന്ന പ്രദേശത്തായിരുന്നു ഉണ്ടായിരുന്നത്. ആ പ്രദേശത്തെ ചെരുവിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. അന്ന് രാത്രി പുറത്തേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് വന്ന സമയത്താണ് പ്രതിയെ അന്ന് പിടികൂടിയത്. അതിനാൽ തന്നെ ഇന്നും
പ്രതി ആ സമാനമായ രീതിയിൽ തന്നെയാണ് പോലീസിൻ്റെ വലയിലായിരിക്കുന്നത്. കാരണം എന്തായാലും വിശപ്പ് സഹിക്കാൻ പറ്റാത്ത ഒരു പ്രാകൃതക്കാരനായിരുന്നു. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി എന്തായാലും പ്രതി ഈ സമീപ പ്രദേശങ്ങളിൽ ഉണ്ടെങ്കിൽ എന്തായാലും പുറത്തേക്ക് വരുമെന്ന കാര്യം പോലീസിന് കൃത്യമായി അറിയാമായിരുന്നു. അതിനാൽ തന്നെ പ്രതി ഈ മലയിൽ തന്നെ ഉണ്ടായിരുന്നു. ആ മലയിൽ നിന്നോ സമീപത്തെ പാടത്തിലൂടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയ സമയത്താണ് പോലീസ് പ്രതിയെ പിടികൂടിയിരിക്കുന്നത്.